ഹായ് കൂട്ടുകാരെ, ഗണിതം മധുരം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടീച്ചർ എന്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ലോക ഭക്ഷ്യദിനം അല്ലേ, ഒക്ടോബർ 16. അതെ, രാവിലെ തന്നെയുണ്ട് ഹരിക്കുട്ടനും മിന്നുക്കുട്ടിയും കൂടി അടുത്ത് വന്നിട്ട് ടീച്ചറെ ഇന്ന് ഭക്ഷ്യദിനമാണല്ലോ, സാധാരണഗതിയിൽ സ്കൂളുണ്ടെങ്കിൽ എന്തെല്ലാം പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്ഷ്യമേള സ്കൂളിലുണ്ടാവും, ധാരാളം കൂട്ടുകാർ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും, ഒക്കെ രസമായിരുന്നു. പക്ഷേ ഒന്നുമില്ലല്ലോ. ടീച്ചർ ഒരു കാര്യം ചെയ്യൂ, ഒരു കേക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിന്ന് വയ്യ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ശരിയാ പിള്ളേരല്ലേ, ഒരു കേക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ധാരണ വന്നത്, ഇനി 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് റേഷ്യോ എന്നുള്ള പാഠഭാഗം പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ് ഒന്ന് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം. എൻ്റെ കയ്യിൽ രാവിലെ നോക്കിയപ്പോൾ ഇൻഗ്രീഡിയൻസ് പല സാധനങ്ങളും ഇല്ല. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ രുചികരമായ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കാം, മുട്ടയൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാം. എല്ലാവരും കേക്ക് ഉണ്ടാക്കി നോക്കണേ. നമുക്കറിയാം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ് ഇതും. അപ്പം നിങ്ങളെല്ലാവരും കേക്ക് ഉണ്ടാക്കിയിട്ട് വീഡിയോയുടെ അടിയിൽ പോയി അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാനെല്ലാം ഉണ്ടാക്കി നോക്കി വളരെ സിമ്പിളായതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കുകയല്ലേ. ലോക ഭക്ഷ്യദിനം പ്രമാണിച്ച് നമ്മൾ സാധാരണയായി സ്കൂളുകളിൽ ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് ഏതായാലും ഗണിതം മധുരം എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് അടിപൊളി ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ആദ്യം വേണ്ടത് 1/4 കപ്പ് മൈദയാണ് വേണ്ടത്. ടീച്ചർ ഇതുപോലെ വേണോട്ടോ എടുക്കാൻ, വടിച്ചെടുക്കണം. അപ്പോൾ ടീച്ചർ 1 കപ്പ് മൈദ അവിടെ ഇട്ടു. ഇനി ഇത് ഫുള്ളിടണേ. ഇനി ഇതിൻ്റെ കൂടെ 1/4 കപ്പ് മൈദയും കൂടെ ഇട്ടു. ഇപ്പം നമ്മൾ 1/4 കപ്പ് മൈദ എടുത്തു. ഇനി 1/4 കപ്പ് ടീച്ചർ ആ പാത്രത്തിൽ തന്നെയാണ് എടുക്കുന്നത്, കൊക്കോ പൗഡറാണ്. ഈ കൊക്കോ പൗഡർ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ്. അത് ടീച്ചർ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. ഈ ബേക്കിംഗ് സോഡ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണാണ്. ഇതിലേക്ക് ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇനി അഥവാ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, മൈദപ്പൊടി തന്നെ എടുത്താൽ മതി. ഇനി ഇതിൻ്റെ അളവ് പാത്രങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇത് 1 കപ്പാണെങ്കിൽ അളവ് മെഷർമെൻറ്റ് ഇത് 1 കപ്പാണ്. അപ്പോൾ എൻ്റെ അളവ് മെഷർമെൻറ്റിൻ്റെ പാത്രം വേറെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ 1/4 കപ്പ് എടുക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് 2ഓ 3ഓ പ്രാവശ്യം നിങ്ങൾക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത് അരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ശരിക്കാവണം. തന്നെയല്ല വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകണം. അഥവാ കട്ടകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. മധുരം നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് 1 കപ്പൊക്കെ എടുക്കാം കേട്ടോ. ടീച്ചർ മധുരം കുറച്ച് കുറയ്ക്കുകയാണ്, അതുകൊണ്ട് 1/4 അപ്പോൾ 1/2 കപ്പിൻ്റെ പാത്രത്തിൽ ഞാൻ നിറച്ചെടുത്തു. ഇനി നമുക്ക് 1/2യുടെ കൂടെ 1/4 കൂടെ ചേരുമ്പോഴാണ് 1/4 ആവുന്നത് അല്ലേ. നമ്മൾ കണക്ക് ഭിന്നസംഖ്യ പഠിക്കുന്നില്ലേ. പിന്നെ 7ാം ക്ലാസ്സിലെ റേഷ്യോ അംശബന്ധ പാഠഭാഗവുമായിട്ട് ഇത് വളരെയേറെ നമുക്ക് വേണ്ടതാണ്. ഇതിൻ്റെ കൃത്യ അനുപാതത്തിൽ ആ അംശബന്ധത്തിൽ തന്നെ വേണം നമ്മൾ എടുക്കാൻ, അല്ലെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്തു. 1/2യും 1/4ഉം 1/4ആയി. ഇത് വലിയ തരി പഞ്ചസാരയാണ്. അപ്പോൾ ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ടീച്ചർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ തൈരും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയില്ലേ, ആ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ മിക്സ് ചെയ്തത് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ മിക്സിക്കകത്ത് അടിച്ചാലും മതി. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇപ്പം നോക്കൂ കൂട്ടുകാരെ, ഇതിനകത്ത് നന്നായിട്ട് പഞ്ചസാരയും തൈരും കൂടെ നല്ലോണം അടിച്ചെടുത്തു കേട്ടോ. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ, നമുക്ക് മുട്ടയൊന്നും വേണ്ട. അപ്പോൾ വെജിറ്റബിൾകാർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് ഇതിനകത്ത് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം.
ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് തൈര് അര കപ്പ് ഓയിലും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തു. അതിനകത്തേക്ക് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് എടുത്തിട്ട് കുറേശ്ശെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉണ്ടല്ലോ, ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ ടീച്ചർ ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ ഹാൻഡ് വിസ്ക് ഒന്നും എടുക്കുന്നില്ല. ടീച്ചർ ഇവിടെ ഈ ബീറ്റർ തന്നെ ഉപയോഗിച്ച് പതുക്കെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെ ഇട്ടിട്ട് വേണം, ഒരുമിച്ച് ഇടരുത് കേട്ടോ. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ലോയിലിട്ടാൽ മതി. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡയറക്ഷൻ മാത്രമേ പാടുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത്. പിന്നെ ഇതിനകത്ത് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നത് കൊണ്ട് വാനില എസൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബാറ്റർ ടീച്ചർ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുകയാണ്, എല്ലാം മിക്സ് ആയിട്ടില്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടോ. ഈ പാകത്തിനാണ് ബാറ്റർ എടുക്കേണ്ടത്, അധികം വെള്ളം ഉണ്ടാവില്ല, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം. അതിനായിട്ട് ടീച്ചർ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുള്ള ഒരു തോന്നിയ പരിപാടിയാണ്, അതുകൊണ്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം എൻ്റെ കയ്യിലിപ്പം ഉള്ള പാത്രം ഇതാണുള്ളത്. അതിനകത്തേക്ക് ഞാൻ ഒരല്പം നമ്മൾ നേരത്തെ എടുത്ത ആ സൺഫ്ലവർ ഓയിലില്ലേ, അത് തന്നെ ജസ്റ്റ് ഒരു തുള്ളി, അധികം ഒഴിക്കരുത് കേട്ടോ. അധികം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൊന്തി വരുന്നതിന് തടസ്സമാവും. അതുകൊണ്ട് അധികം വേണ്ട, ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിയിൽ പാത്രത്തിൽ അധികം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഇതൊന്ന് പരട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണേ. അപ്പം നോക്കൂ, ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്നറിയാവോ? എയർ ബബിൾസ് ഉള്ളിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടീച്ചർ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അതായത് ടീച്ചർ ആ ബാറ്റർ തയ്യാറാക്കുമ്പോൾ തന്നെ സ്റ്റൗവിൽ വളരെ തീ കുറച്ച് സിമ്മാക്കിയിട്ടാണ് വെച്ചത്. പാത്രത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ വെക്കുന്ന പാത്രം തട്ടാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു വട്ട് അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവ് നിങ്ങൾക്ക് നോക്കി അറിയാം, വളരെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചതിന് ശേഷം ഈ ബാറ്റർ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ടീച്ചർ അതിലേക്ക് വെച്ചു. ഇനി ഇത് മൂടി വെക്കാൻ പോവുകയാണ്. ഞാൻ അടച്ചു. ഇനി ഈ തീ ഉണ്ടല്ലോ, ഒരു സ്വല്പം കൂടെ മുകളിലേക്ക് കയറ്റി വെക്കാൻ പോവുകയാണ്. ഇനി ഒരു 45 മിനിറ്റ് ആവുമ്പോൾ നമുക്കൊന്ന് നോക്കാം. അതുവരെ ഇത് അവിടെ ഇരുന്നിട്ട് ബേക്ക് ചെയ്യട്ടെ. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ ഇത് തുറക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് കുത്തി നോക്കാട്ടെ. എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിൽ പിടിച്ചിട്ടൊന്നുമില്ല. ടീച്ചർക്ക് അത് അറിയാം, അതുകൊണ്ടാണ്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ടീച്ചർ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. കൂട്ടുകാരെ, നമ്മളുടെ കേക്ക് തണുത്തിട്ടുണ്ട്. ഞാനിത് ഇങ്ങോട്ട് മറിച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ മറിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കേക്ക് റെഡി. ഇനി നമ്മളിത് ബട്ടർ പേപ്പർ പുറത്ത് വെച്ചിരുന്നല്ലോ, അതാണ് അതിങ്ങോട്ട് എടുത്ത് മാറ്റുകയാണേ. ഇതാണ് നമ്മളുടെ കേക്ക്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. നോക്കൂ, നല്ല പതുപതൂന്നാണ് ഇരിക്കുന്നത്, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് മിന്നുക്കുട്ടിയൊക്കെ കൂട്ടി കേക്ക് മുറിക്കാം. കേക്കിൻ്റെ മണം കേട്ടപാടെ ഹരിക്കുട്ടനും മിന്നുക്കുട്ടിയും അടുത്തെത്തി. നോക്കൂ, രാവിലെ അവർ വിചാരിച്ചില്ല കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ഭയങ്കര സന്തോഷത്തിലാണ്. കുറേ കൂട്ടുകാരെ ഇടയ്ക്ക് ചോദിച്ചിരുന്നു, ഹരിക്കുട്ടനെയും മിന്നുക്കുട്ടീനെയും ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ഇന്ന് അവർ റെഡി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് മുറിക്കുകയല്ലേ. കേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഹരിക്കുട്ടൻ്റെ മുഖം നോക്കൂ,
മിന്നുകുട്ടിയുടെ മുഖത്തൊരു മ്ലാനത. അതെന്താണെന്നറിയാവോ? സാധാരണ എപ്പോഴും ക്രീം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ക്രീം കേക്കല്ല, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റി ആട്ടോ. ഏതായാലും അവർ തന്നെ മുറിച്ചോട്ടെ. അവർ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അപ്പോൾ അവർ തന്നെ മുറിച്ച് നമുക്ക് നോക്കാം. അവർ തന്നെ പറയും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. ചെറുതാക്കി മുറിക്കും. എന്നിട്ട് എടുത്തോ, അതെടുക്ക്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നല്ല സോഫ്റ്റ് ആയിരുന്നു കേക്ക്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. നമുക്കറിയാം ഓവൻ വേണ്ട, മുട്ട വേണ്ട. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. നമ്മുടെ പഠന പ്രവർത്തനത്തോടൊപ്പം ഇതും നല്ലൊരു പഠന പ്രവർത്തനമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ കൂട്ടുകാരൊക്കെ എല്ലാവരും കേക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോയുടെ താഴെ പോയി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനിയും വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളുടെ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.